ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ചെയ്യണ പോലെ ഞാൻ ഇന്നും ഒരു പരീക്ഷണം നടത്തിയിട്ടാ. എന്നും രാവിലെ പലഹാരമൊക്കെ ഉണ്ടാക്കിയ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ബാക്കി വരും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കില്ലല്ലോ എന്ന് ഓർത്ത് എന്തെങ്കിലുമൊക്കെ പരീക്ഷണം ഞാൻ നടത്തൂട്ടാ. അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോഴേക്കും ബാക്കി വന്നപ്പോൾ അതുമ്മ ഞാനൊരു പരീക്ഷണം നടത്തി. ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ പരീക്ഷണം വിജയിച്ചോ ഇല്ലയോ എന്ന് ഞാൻ അവസാനം പറയണുണ്ടേ. ഉപ്പുമാവ് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കായം പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം കുഴച്ചു. പിന്നെ കുറച്ച് അരിപ്പൊടിയും ചേർത്തായിരുന്നു കേട്ടോ. ഒരു ക്രിസ്പി ആവണം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ കാണിച്ച കാരണം കൊണ്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്തു. അങ്ങനെ എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ചെടുത്ത് വീഡിയോയിൽ കണ്ട പോലെയുള്ള ഷേപ്പിലൊക്കെ ആക്കി ഞാൻ. നമ്മളെല്ലാം ഒരു പരീക്ഷണമാണല്ലോ. ചിലത് പാളിപ്പോവും, ചിലത് വിജയിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ പരീക്ഷണം വിജയിച്ചോ പാളിപ്പോയോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണേ. അങ്ങനെ ഷേപ്പാക്കി വെച്ചാൽ മാത്രം പോരാ, ഇനി അത് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരിയും കൂടി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല ഷേപ്പാക്കി വച്ചേക്കണ മാവുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ അത് നല്ലോണം മൊരിയിച്ച് വറുത്ത് എടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് സ്നാക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ. പക്ഷെ സത്യം പറയാലോ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ സ്നാക്സ്. ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. ആ വീഡിയോയിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങളിങ്ങനെ ഉപ്പുമാവ് വെച്ച് ഇങ്ങനത്തെ സ്നാക്സ് ഉണ്ടാക്കാറുണ്ടോ? ഇനി ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ എന്ന് കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണേ. എന്തായാലും എൻ്റെ ഈ പരീക്ഷണം പാളിപ്പോയി. പരീക്ഷണം പാളിപ്പോയെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.